ഹലോ. അങ്ങനെ കല്യാണം കഴിഞ്ഞ് കല്യാണത്തിരക്കും കഴിഞ്ഞ് അതിൻ്റെ ക്ഷീണവും കഴിഞ്ഞ് തല പൊക്കി വന്നപ്പോഴാണ് കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും അപ്ലോഡ് ചെയ്തില്ലല്ലോ എന്നോർത്ത്. എന്തായാലും ഞങ്ങളുടെ കല്യാണമല്ല, ഞങ്ങളുടെ കാത്തൂൻ്റെ കല്യാണം, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യത്തെ ആളുടെ കല്യാണം. അത് വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നെങ്കിലും തലേന്ന് ഒരു എക്സാം ഉള്ളതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട്, ഉറക്കമൊന്നുമില്ലായിരുന്നു. പിന്നെ കാത്തൂൻ്റെ വീട്ടിൽ ചെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങി ഈവനിങ് ഹൽദിക്ക് വേണ്ടി റെഡിയായതാണ് ആ കണ്ടത്. അത് കഴിഞ്ഞ് ഞങ്ങൾ റെഡിയായിട്ട് നേരെ അവളുടെ വീടിൻ്റെ ബാക്കിലോട്ട് പോയി, ബീച്ചിൽ. അവിടെ വെച്ചിട്ടായിരുന്നു ഹൽദി പരിപാടിയെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളും അവളുടെ കസിൻസും വളരെ കുറച്ച് ആൾക്കാർ വെച്ചിട്ടായിരുന്നു ഹൽദി പരിപാടി നടത്തിയത്. അങ്ങനെ കുറച്ച് മഞ്ഞളിടിയിലും മുട്ടായി കൊടുപ്പും അതൊക്കെ കഴിഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ പോകുമ്പോൾ അപ്പോഴത്തേക്ക് ലൈറ്റൊക്കെ ഡിമ്മായി തുടങ്ങി. മര്യാദയ്ക്ക് നല്ല പിക്കൊന്നും കിട്ടിയില്ല. അതിൻ്റെ വിഷമമൊക്കെ ഉണ്ട്. വലിയ പിടുത്തമില്ലേ നമുക്ക്, ഫസ്റ്റ് ടൈം അല്ലേ ഇങ്ങനെ കൂട്ടത്തിൽ നിന്ന് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരാളുടെ കല്യാണം, അതും കൂട്ടുകാരിയുടെ. അപ്പം അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് ടൈം ആയതിൻ്റെ ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ വിഷമമൊക്കെ ഉണ്ട്. പോട്ടെ, സാരമില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകിട്ട് നേരെ അവളുടെ വീട്ടിലോട്ട് കയറി ചെന്നപ്പോഴത്തേക്കും അവിടെ ലൈറ്റും കാര്യങ്ങളും എല്ലാം ഫുൾ അറേഞ്ചായി. അങ്ങനെ പതുക്കെ ഒരു ഓളമൊക്കെ വെച്ച് തുടങ്ങി. കാര്യം ഹൽദിക്ക് ഇങ്ങനെ വലുതായിട്ട് ആൾക്കാരൊന്നും വന്നിട്ടില്ലായിരുന്നു. ഭയങ്കര അവളുടെ ഫാമിലി മെമ്പേഴ്സും പിന്നെ നമ്മൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിരുന്നു. പിന്നെ പതുക്കെ ഞങ്ങളൊക്കെ ഇറങ്ങി ഒന്ന് ചാടിയൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാവരും ഒരേ വൈബിൽ. ഒന്നും പറയണ്ട, അവളുടെ ഫാമിലി ആണെങ്കിലും വീട്ടിലുള്ള ഓരോ മെമ്പേഴ്സും എല്ലാവരും ഒരേ വൈബായിരുന്നു. നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്ത് ആ 3 ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമായിരുന്നു. എന്തായാലും ആദ്യത്തെ വിശേഷം ഇതാണ്, ഹൽദി നൈറ്റ്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യം നമുക്ക് വഴിയറിയാം. ഓക്കെ, ബൈ.